പോറ്റാൻ ശരീരത്തിലും വയറിലും ഒക്കെ തൊടാൻ സമ്മതിക്കുന്ന പെണ്ണ്. ഞാൻ എന്റെ മക്കളെ പോറ്റാൻ തന്നെയാണ്. ഞാൻ ഏത് സോങ് ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. റീൽസ് ഇന്റിമേറ്റ് സീൻ അഭിനയിക്കേണ്ടി വന്നാൽ ഞാൻ അഭിനയിക്കും. എന്റെ കംഫോർട്ടാണേ മാത്രം. എലിയെ പോലെ എലിയാണെങ്കിൽ എനിക്ക് എലിയ ഇഷ്ടമാണ്. അതൊരു ജീവിയാ ആയിക്കോട്ടെ, എനിക്ക് അതൊന്നും വിഷയമല്ല. തെറി വിളിക്കും എന്നെ. ഇനി ആരും കെട്ടാനും പോകും, ഞാൻ ആരെ കെട്ടാനും പോകും. പല്ല് ഹാൻഡ്സ് വെച്ച പല്ല് ആയിക്കോട്ടെ, എനിക്ക് വിഷയമല്ല. മക്കളെ പോറ്റാൻ ശരീരത്തിലും വയറിലും ഒക്കെ തൊടാൻ സമ്മതിക്കുന്ന പെണ്ണ്. ഇതല്ലാതെ വേറെ സോങ് ചെയ്യാമായിരുന്നു. ഏത് രേണു ചേച്ചിയുടെ ചേട്ടന്റെ വീഡിയോയുടെ അടിയിൽ വന്നൊരു കമന്റാണ്. പറഞ്ഞോ, ബാക്കി ഇതിനെ കുറിച്ച്. എന്റെ ദൈവമേ, ഞാൻ ഏത് സോങ് ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. റീൽസ് അത് ഈ പറഞ്ഞ ഇവരോ ആണോ തീരുമാനിക്കുന്നത് ഞാൻ ഏത് സോങ് ചെയ്യണമെന്ന്? മക്കളെ പോറ്റാനാണ് റീൽ ചെയ്യുന്ന മക്കളെ പോറ്റാനാണ്. ഇതൊരു കാര്യമുണ്ട്, ഇതൊരു ഫേക്ക് ഐഡിയ. ഫേക്ക് ഐഡിയ ആണ്. അതല്ല റീൽ ചെയ്യുന്ന മക്കളെ പോറ്റാണ്. നിങ്ങളോട് ആർക്ക് കമന്റ് ഇടാം? ഞാൻ ചോദിക്കട്ടെ, ഫേക്ക് ഐഡിയ ആണ് ഒരു മനുഷ്യനാണല്ലോ കമന്റ് ഇട്ടത്? മക്കളെ പോറ്റാൻ റീൽ ചെയ്യുന്ന ആരെവിടെ പറഞ്ഞു? ഞാൻ പ്രൊഫഷണലായിട്ട് ആർട്ടിസ്റ്റ് ആണ്. ഞാനൊരു നാടക ആർട്ടിസ്റ്റ് ആണ്. ആ നാടകം ചെയ്യുന്നത് എന്റെ പ്രൊഫഷണലാണ്. ഞാൻ എന്റെ മക്കളെ പോറ്റാൻ തന്നെയാണ്. റീൽ ചെയ്യുന്ന എന്റെ ഇഷ്ടമല്ല. ഏത് പാട്ടണം വയറെ പിടിക്കുന്ന സ്ഥലത്ത് അത് അഭിനയമാണ്. അത് 4 പേരെ അല്ല ക്യാമറയുടെ മുന്നിലാണ്. അല്ല പാത്ത് പോയിരുന്ന് വയറെ പിടിക്കുകയല്ല ചെയ്തത്. അവരെങ്ങനെ പാത്ത് പോയിരുന്ന് പിടിക്കുന്ന പോലാണ് ഇവരുടെ. ഇത് അഭിനയമാണ്, ആക്ടിങ് അല്ലേ? കമന്റ് ഇട്ട ഫേക്കിനോടാ പറയുന്നത്. ഇത് ആക്ടിങ് ആണ്, അല്ലാതെ ജീവിതമല്ല. അതിന് ഞാൻ എങ്ങും പറഞ്ഞില്ല മക്കളെ പോറ്റാനാണ് ഞാൻ റീൽ ചെയ്യുന്നത്. അഭിനയം മക്കളെ പോറ്റാൻ തന്നെയാണ്. എനിക്ക് ഇന്റിമേറ്റ് സീൻ ഇല്ലാതെ അഭിനയിക്കാൻ അതെന്റെ ഇഷ്ടമല്ല. ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്. ഇന്റിമേറ്റ് സീൻ അഭിനയിക്കേണ്ടി വന്നാൽ ഞാൻ അഭിനയിക്കും. എന്റെ കംഫോർട്ടാണേ മാത്രം. അതിനി മുന്നോട്ടാണ് എനിക്ക് അഭിനയിക്കേണ്ടി വന്നാൽ ഞാൻ അഭിനയിക്കും. കാരണം ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്. അതാണ് നേരത്തെ പറഞ്ഞു, ലക്ഷ്മണരാഗ വരച്ചിട്ടുണ്ട്. അതിനുള്ളിൽ നിന്നോണ്ട് നമുക്ക് അഭിനയിക്കും. അത്രേ ഉള്ളൂ. പോകില്ല. അത്രേ ഉള്ളൂ. ഇപ്പൊ ചേച്ചി ബോഡി ഷേമിങ്ങും ഇതിന്റെ വലിയൊരു ഘടകമാണ്. അതിപ്പം ഞാൻ അതിനെ കുറിച്ച് ഒരു കമന്റ് വായിച്ചു തരാം അല്ലേ? അത് ഹേർട്ട് ആയി കഴിഞ്ഞാൽ സോറി. സൂര്യ പറഞ്ഞോളൂ, ഞാൻ അവരെയാണ് പ്രതികരിച്ചത് കേട്ടോ. സത്യം പറയാലോ, മിമിക്രി ഷോയിലെ പുരുഷൻ പെൺവേഷം കിട്ടിയ പോലത്തെ ലുക്കാണ് രേണുവിന്. ആണെന്ന് തോന്നുന്നില്ല. ശരീരം കാണാൻ മോശമില്ല, മുഖമൊന്നും കൊള്ളില്ല. ഫേക്ക് ആണോ ഇത്? എനിക്ക് ഫേക്ക് ആണെന്ന് തോന്നുന്നു. പറയുന്ന ഒരു ഐശ്വര്യയെ പോലെ ഷാരൂഖ് ഖാനെ പോലെ ഒക്കെ ഇരുന്നോട്ടെ. നമ്മള് പാവങ്ങൾ, നമ്മളിങ്ങനെ ഇരുന്ന നമുക്ക് ഒരു വിഷയമില്ല. എന്നെ ഇനി ആരും കെട്ടാനും പോകുന്നില്ല, ഞാൻ ആരെ കെട്ടാനും പോകുന്നില്ല. പിന്നെ എന്തിനാ ബുദ്ധിമുട്ട്? എനിക്കൊരു കുഴപ്പമില്ല. എനിക്കിത് ദൈവം തന്ന ഇത് ഞാൻ ഈ മുന്നോട്ട് തന്നെ പോകും. ഇങ്ങനെ തന്നെ. എനിക്കിപ്പം മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്ന് എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല. അതിനുള്ള നിർവാഹവും ഇല്ല. അതുകൊണ്ട് വിഷയമില്ല. അത് വിട്ട് അവര് വലിയ സൗന്ദര്യമുള്ളവർ ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടം, അല്ല അവരുടെ സന്തോഷം. എന്തിനാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ആ ചേട്ടാ? എന്തിനാണ് രേണു ചേച്ചിയുടെ ഞാൻ പറഞ്ഞല്ലോ, രേണുവിന് കുറെ വിവാദം. രേണു നെഗറ്റീവിനോട് പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ പ്രതികരിക്കുന്ന സമയത്ത് മറ്റു സ്ഥലത്ത് പ്രതികരണശേഷി അവിടെ കൂടും. രേണു പിന്നെയും പ്രതികരണശേഷി കൂടും. നെഗറ്റീവ് പ്രതികരണശേഷി കൂടുമ്പോൾ കൂടുതൽ കമന്റുകൾ വരും. അത് സ്വാഭാവികം. അത് രേണുവിന്റെ ഇഷ്ടമാണ് കേട്ടോ പ്രതികരിക്കുന്നത്. ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ല. രേണുവിന്റെ ഇഷ്ടമാണ് പ്രതികരിക്കാനുള്ളത്. പക്ഷെ പ്രതികരണശേഷി വരുന്നതാണ് കൂടുതൽ അടുത്ത വീഡിയോ വെയിറ്റ് ചെയ്ത് കാത്തിക്കുക, അടുത്ത നെഗറ്റീവ് ഇടാൻ വേണ്ടിയിട്ട്. ആ രീതി കണ്ടാൽ മതി, വേറെ വിഷയങ്ങളൊന്നും ഇല്ല. അപ്പൊ ഈ കമന്റ്സ് ഒക്കെ വരുന്ന ആൾക്കാരെ ഇങ്ങനെ അത്രയും ഇങ്ങനെ ആണ് പെൺവേഷം കിട്ടിയതാ ആയിക്കോട്ടെ, എനിക്ക് ഇഷ്ടമാണ്. ട്രാൻസിന്റെ കാര്യമല്ല പറയുന്നത്, എനിക്ക് അവരെ ഇഷ്ടമാണ്. അങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇതിനു മുന്നേ കേട്ടു ജിഷ ചേച്ചിയുടെ അമ്മേനെ പോലെ. ഞാൻ ജിഷ ചേച്ചി പെരുമ്പാവൂര്, ആ ചേച്ചിയുടെ അമ്മേനെ പോലെയാണ്. അത് എനിക്ക് സന്തോഷമുള്ളൂ. എനിക്ക് അവരെ ഇഷ്ടമാണ്. അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് അതിനകത്ത് കമന്റ് എലിയെ പോലെ. എലിയാണ് എനിക്ക് എലിയ ഇഷ്ടമാണ്. അതൊരു ജീവിയാ ആയിക്കോട്ടെ, എനിക്ക് അതൊന്നും വിഷയമല്ല. തെറി വിളിക്കും. ഇതൊക്കെ പറഞ്ഞു നിങ്ങൾ എന്നെ പറ്റി. എന്നെ കാണാൻ കൊള്ളത്തില്ല, പല്ല് ഹാൻഡ്സ് വെച്ച പല്ല് ആയിക്കോട്ടെ, എനിക്ക് വിഷയമല്ല. പക്ഷേ അവരൊക്കെ പറയുന്നത് വലിയ സൗന്ദര്യമുള്ളവരായിരിക്കും. ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ ഇത്, അവരുടെ ഇത്. പക്ഷെ തെറി വിളിക്കരുത്, അത്രേ ഉള്ളൂ എനിക്ക്. അല്ലെ, ഇത്രയും നമ്മൾ ബോഡി ഷേമിങ് ചെയ്ത് ശരിക്കും മറ്റുള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബോഡി ഷേമിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കര വലിയ മോശമായിട്ടുള്ള ഭയങ്കര കുറ്റമാണ്. ബോഡി ഷേമിങ് സ്ത്രീകളെ മാത്രമല്ല, ആണുങ്ങളെ ബോഡി ഷേമിങ് കുറ്റകൃത്യ. അതാണ് ദാസേട്ടാ, എനിക്കൊരു കാര്യം പരാതി കൊടുത്താൽ പണി കിട്ടും. ഇപ്പം ഞാനൊരു കാര്യം പറയാം, എല്ലാ രീതിയിലും ബോഡി ഷേമിങ് കേട്ടു. തടിച്ചാണല്ലോ, മെലിഞ്ഞിരുന്നാ ചോദിക്കും നീ എന്തെങ്കിലും മെലിഞ്ഞിരിക്കുന്നത്, എന്നാൽ നീ എന്താ നന്നായിട്ട് കഴിക്കും, നീ ഇത്രയും കഴിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു സമൂഹത്തിന്റെ ചുറ്റുമാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഒരു സൗന്ദര്യത്തിലാണോ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില് എനിക്കൊന്നും പറയാനില്ല. എന്താ ദാസേട്ടന് പറയാനുള്ളത്? സൗന്ദര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, മനസ്സാണ് പ്രധാനം. പരസ്പരം രണ്ടുപേരും മനസ്സിലാക്കി ഒരു കുഴപ്പം എവിടെയും വരില്ല. അതായത് സൗന്ദര്യ സങ്കല്പങ്ങള്, അതുപോലെ തന്നെ ഞാൻ സ്ട്രേറ്റ് ഫോർവേഡാണ്. സൗന്ദര്യ സങ്കല്പങ്ങൾ മറ്റവൻ എന്താ ചെയ്യുന്നത്, അവൻ എങ്ങനെ പണി കൊടുക്കാൻ പറ്റുക, അതൊന്നും ഞാൻ ചിന്തിക്കില്ല.
ഞാൻ നേരെ പണി കൊടുക്കാൻ നേരെ പോയി കൊടുക്കും, പണി കൊടുത്തില്ല നേരം കൂടി വരും. ഞാൻ ചിന്താഗതിക്കാരനാണ്. എനിക്ക് അങ്ങോട്ട് വളഞ്ഞ വഴിയൊന്നുമില്ല. എനിക്ക് സൗന്ദര്യം കണ്ട് മോഹിക്കുന്ന ആളല്ലേ. എനിക്ക് സൗന്ദര്യത്തിന് പ്രധാനം മനസ്സാണ് പ്രധാനം. രണ്ടാൾക്കാരുടെ മനസ്സാണ് പ്രധാനം. അത് എത്ര കണ്ട് അടുത്തുണ്ടോ അതിനാണ് സ്നേഹം ഉണ്ടാവുക, സന്തോഷം ഉണ്ടാവുക. മനസ്സിലായി? നമ്മളെ കൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നത് ആഗ്രഹിക്കുന്ന ആളല്ല. എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ട് അവർക്ക് വരാൻ പാടില്ല. സഹായിക്കാൻ പറ്റുന്നത് സഹായിക്കണം, പക്ഷെ നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ട് അവർക്ക് വരാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കുന്നതാണ്. മാക്സിമം സഹായിക്കുക, അത്ര നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.